ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. HSST ബോട്ടണി എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ ഫസ്റ്റ് ഫൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിൽ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ, താലസ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ആൽഗെ ആണ്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ആൽഗെ. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗമേറ്റ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാൻ ബി ഓഫ് ഫോളോയിങ് ടൈപ്സ്. ഓക്കെ, ഫസ്റ്റ് ഐസോഗാമസ് ടൈപ്പ് ആണ്. ഐസോഗാമസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോഗമേറ്റ്സ് മീൻസ് ദ ഗമേറ്റ്സ് ആർ മോർഫോളജിക്കലി സിമിലർ and physiologically different. That means plus and minus strain. Sexual reproduction is called as isogamous type. Example പറയുകയാണെങ്കിൽ Chlamydomonas and Eulothrix. Okay, അപ്പം isogametes uniting together to form a diploid zygote. അടുത്തതായിട്ട് anisogamous type ആണ്. അപ്പോൾ in anisogamous sexual reproduction, fusing gametes or the fusion of the gametes are morphologically as well as physiologically different. Okay, the fusing gametes are morphologically as well as physiologically different. These the gametes are produced in different gametangia. The microgametes are male gametes and macrogametes are female gametes. The microgametes are male gametes, macrogametes are female gametes. അപ്പോൾ സച്ച് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ആനിസോഗാമസ് ടൈപ്പ്. അപ്പോൾ ആനിസോഗാമസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പൈറോഗൈറ. ദെൻ അടുത്തത് ഊഗാമസ് ടൈപ്പാണ്. ഊഗാമി എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഹിയർ മൈക്രോഗമേറ്റ് ഓർ മെയിൽ ഗമേറ്റ് ഫ്യൂസ് വിത്ത് ലാർജ് ഫീമെയിൽ ഗമേറ്റ് ഓർ എഗ്. ഓക്കെ, അതായത് മെയിൽ ഗമേറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആന്ത്രീഡിയം വൈൽ ഫീമെയിൽ ഗമേറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ട്രക്ചർ നോൺ ആസ് ഊഗോണിയം. അപ്പോൾ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും? മെയിൽ ഗമേറ്റ് റീച്ചസ് ദ ഓഗോണിയം ടു ഫെർട്ടിലൈസ് ദ എഗ് ആൻഡ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് ഫോംഡ്. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. ഓക്കെ, ഊഗാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഊഗോണിയം ആൻഡ് ആന്ത്രോസോയിഡ്സ് ദേ ഫ്യൂസ് ടുഗദർ ടു ഫോം എ മച്വർ സൈഗോട്ട്. അടുത്തത് ഹോളോഗാമിയാണ്. ഹോളോഗാമി മീൻസ് അതായത് സർട്ടൻ യൂണിസെല്ലുലർ ആൽഗെ, the whole thallus behave like a gamete and fusion take place between opposite strained gametes or thalli to form a diploid zygote. ഇതാണ് ഹോളോഗമി എന്ന് പറയുന്നത്. അതായത് in hologamy two mature individuals behave like a gamete and fuse together to form a zygote. അപ്പോൾ in hologamy true gametes are not formed. Okay, true gametes are not formed. Autogamy ആണെങ്കിലോ, autogamy fusion between two gametes of opposite strains from same mother cell take place. Fusion gametes come from the same mother cell. And there is no genetic recombination. Example പറയാൻ diatoms. അപ്പം autogamy gametes are derived from the same parent. Okay, true gametes originate from a single parent fused together to form a zygote. ഇത്രയാണ് sexual reproduction in algae. That is isogamous, anisogamous, oogamous, hologamy ആൻഡ് ഓട്ടോഗമി. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ ഇൻ ആൽഗെ ആണ്. ദാറ്റ് മീൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ഓൾട്ടർനേഷൻ ബിറ്റ്വീൻ ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ജനറേഷൻ. സോ വി കോൾ ഇറ്റ് ആസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓക്കെ, ദർ ആർ 5 മെയിൻ ടൈപ്സ് ഓഫ് ലൈഫ് സൈക്കിൾ ഓർ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ ആൻഡ് ഹാപ്ലോ ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിനെ പറ്റി നോക്കാം. അതായത് ഓൾസോ കോൾഡ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഈസ് ഓൾസോ കോൾഡ് ഡൈഫേസിക് സൈക്കിൾ. ഈ ഒരു ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇസ് സിംപ്ലസ്റ്റ് ആണ്. ഓക്കെ, സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ നമുക്ക് 2 സ്റ്റേജസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ഓർ ഹാപ്ലോയിഡ് സ്റ്റേജ് ആൻഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജ് ഓർ ഡിപ്ലോയിഡ് സ്റ്റേജ്. ഹാപ്ലോയിഡ് ഗമേറ്റ്സ് are developed within the gametangium of the gametophytic plant. So these two haploid gametes, they fuse together to form a diploid zygote or diploid or 2n. Okay, zygote, and this is called the sporophytic stage. Okay,
ദിസ് ഈസ് കോൾഡ് ദ സ്പോറോഫൈറ്റിക് സ്റ്റേജ്. അപ്പോൾ വൺസ് ഈ സ്പോറോഫൈറ്റിക് സ്റ്റേജ് ഫോം ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യും? ദ സൈഗോട്ട് മിയോട്ടിക്കലി ഡിവൈഡ്സ് ടു ഫോം ഹാപ്ലോയിഡ് സൂസ്പോസ്. ഓക്കെ, ഹാപ്ലോയിഡ് സൂസ്പോസ് and which develop into haploid plant. This stage is known as the gametophytic or haploid stage എന്ന് പറയുന്നത്. അപ്പോൾ this type of life cycle, ഇപ്പം ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾസ് സാധാരണ കാണപ്പെടുന്നത് ആൽഗേസ്, ക്ലമൈഡോമോണാസ്, യൂലോത്രിക്സ്, ഒഡിഗോണിയം ആൻഡ് സ്പൈറോഗയ. ഒന്നും കൂടി പറയാം. ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിളിലെ പ്രോമിനൻ്റ് ഫേസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റിക് ഫേസ് ആണ്. Diploid sporophytic phase is represented by zygote. Okay. This zygote is formed by the fusion of haploid male and female gametes. Okay. അതിനുശേഷം എന്ത് ചെയ്യും? സൈഗോട്ട് ഇമ്മീഡിയറ്റ്ലി അണ്ടർഗോസ് മിയോസിസ്. ഓക്കെ, സൈഗോട്ട് ഇമ്മീഡിയറ്റ്ലി അണ്ടർഗോസ് മിയോസിസ് ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ്. ഈ ഹാപ്ലോയിഡ് സ്പോർസ് എന്ത് ചെയ്യും? ദിസ് ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ്. ഓക്കെ, ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ബൈ മൈറ്റോസിസ് ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റിക് ജനറേഷൻ. പ്രോമിനൻ്റ് ഫേസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റിക് ഫേസ് ആണ്. ഓക്കെ, ഇനി സ്പോറോഫൈറ്റിക് ഫേസ് എങ്ങനെയാണ്? സ്പോറോഫൈറ്റിക് ഫേസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സൈഗോട്ട്. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സൈഗോട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. സ്പൈറോഗാരൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ്. അപ്പോൾ ഗാമിറ്റേഞ്ചിയ പ്രൊഡ്യൂസസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഫെർട്ടിലൈസേഷൻ ശേഷം എന്ത് ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ്. ഓക്കെ, ഇതിനെയാണ് സ്പോറോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദി സൈഗോട്ട് ഇമ്മീഡിയറ്റ്ലി അണ്ടർഗോസ് മിയോസിസ് ആൻഡ് പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് സ്പോർസ്. ഓക്കെ, ദെൻ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്യും. അപ്പോൾ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.